ഞങ്ങൾ ബീച്ച് വിസിറ്റൊക്കെ കഴിഞ്ഞ് അതിനുശേഷം അവിടെ കുറച്ച് നേരം ചില്ലൊക്കെ അടിച്ചിട്ട് നേരെ തിരിച്ച് നമ്മുടെ ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മാൻഷനിലെ എല്ലാ കാര്യങ്ങളും ഗൈസ് നമ്മൾ കണ്ട് തീർത്തിട്ടുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി എന്തായാലും വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. തീർന്നെന്നോ? ആര് പറഞ്ഞു തീർന്നെന്ന്? ഇനിയല്ലേ കിടക്കുന്നേ? അത് തീർന്നില്ലേ? ഇത് ഇനി ഇവിടെ ഒന്നും കാണാനായിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഇത്ര ഞെട്ടിയില്ലേ? ഇനിയുമാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ഈ ലോകത്ത് ഇതുവരെ ആരും കാണാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ചിലപ്പോ നിങ്ങളുടെ സമനില വരെ തെറ്റിയ ഗൈസ്, അപ്പോൾ ഗോട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ അവൻ്റെ മാഫിയ നമ്മൾ കണ്ടു തീർന്നിട്ടില്ലെന്നാണ്. പക്ഷേ ഗൈസ്, ഞാനിവിടെ നോക്കിയിട്ട് വേറെ ഒന്നും ഇനിയും കാണാനായിട്ടില്ല. ഇനി എവിടാണ് നമ്മൾ പോയി തപ്പേണ്ടത്? നിങ്ങൾ തപ്പിയാലും ഇനി അത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഇത് വളരെ ഒരു സീക്രട്ട് പ്ലേസിലായിരിക്കുന്നത്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു. സീക്രട്ട് പ്ലേസിലോ? അപ്പൊ വല്ല 2-3 റൂമോ അല്ലേ കാണത്തുള്ളൂ? 2-3 റൂമോ? ക്രിസ്സേ, നീ എന്നെ പറ്റി എന്താണ് വിചാരിച്ചത്? വാ, ഞാൻ കാണിച്ചു തരാം. അവൻ നമ്മളെ വിളിച്ചോണ്ട് ഈ ഒരു തിയേറ്ററിന്റെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവം? കൂൾ ഡ്രിങ്ക്സ് എടുക്കാൻ വന്നാണോ? കൂൾ ഡ്രിങ്ക്സ് ഒന്നും അല്ല, എന്റെ പുറകെ വാ, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഇരിക്കുന്നതിന്റെ ബാക്കിലേക്ക് പോകുന്നത് ഇവിടെ ഒരു ഡോറ്. ചേടാ, ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ തിയേറ്റർ കണ്ടപ്പോ ഇങ്ങോട്ടൊക്കെ വന്നാണല്ലോ, ഇതൊന്നും കണ്ടില്ലല്ലോ. ഇതിന്റെ അകത്തൊന്നും ഇല്ലല്ലോ. ഇവിടെ അല്ല, അണ്ടർഗ്രൗണ്ടിലാ സംഭവം. വാ, ലിഫ്റ്റിൽ പോവാ. ഇവിടെ ലിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടോ? കൊള്ളാമല്ലോ. ബ്രോ, എന്താണ് എന്റെ വീട്ടിലില്ലാത്ത സാധനങ്ങളില്ലെന്ന് അറിയത്തില്ലേ? ഗൈസ്, ഞാൻ തന്നെ ലിഫ്റ്റിൽ കയറി എവിടെയോ വന്നിട്ടുണ്ട്. ഇതെന്താണ് കുറെ സെക്യൂരിറ്റീസ് സംഭവങ്ങളൊക്കെ? ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങേണ്ടി വരും. ഓക്കെ, ഞാൻ ഇറങ്ങിയപ്പം കുഴപ്പമൊന്നും ഇല്ല. ഇനി ഒരു ഡോർ ഓപ്പൺ ആക്കണോ? എൻ്റെ പൊന്നോ ഗൈസ്, ഇതിൻ്റെ അകത്ത് വലിയൊരു സംഭവം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഗോട്ട് ബങ്കർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതെന്താണ്? ഓക്കെ ഗൈസ്, ഇവിടാണ് കേട്ടോ ഇവൻ കാറൊക്കെ ഇടുന്നത്. ഓക്കെ, ഇവിടെ റോൾസ് റോയ്സ് ഒക്കെ കിടപ്പുണ്ട്. പിന്നെ അല്ല, അതൊക്കെ പോട്ട് ഗൈസ്, നമ്മുടെ കൂടെ വന്ന ക്രിസ് എന്ത് ചെയ്യേ? അല്ലെങ്കിലും ഗൈസ്, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവൻ ഒരുമിച്ച് വരത്തില്ല. ഇവൻ എവിടെയെങ്കിലും വഴിയൊക്കെ തെറ്റി പോകുന്നതായിരിക്കും. ഗോട്ടാണെങ്കിൽ അവനെ തപ്പി അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ ഇവിടെ ഒക്കെ മൊത്തം കണ്ടിട്ട് ഗൈസ് കിളി പോയി നിൽക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ. അതുകൊണ്ട് ഗോട്ട് അവിടെ നിൽപ്പുണ്ടല്ലോ. ക്രിസ് എന്ത് ചെയ്യും? ക്രിസ് ഇതെവിടെ പോയി കിടക്കുവോ? ഞാൻ അവനോട് പറഞ്ഞു നമ്മുടെ കൂടെ തന്നെ നിൽക്കണോ. അവന് മിക്കവാറും വഴി തെറ്റി പോയി കാണും. നമുക്ക് ഒന്നുകൂടെ അവിടെ ചെന്ന് വിളിച്ചിട്ട് വരാം. എന്നാലും ക്രിസ് ഇതെവിടെ പോയതാ? എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോകല്ലാതെ ഞാൻ ഈ ലിഫ്റ്റിനകത്ത് കേറിയിട്ടാണെങ്കിൽ അതങ്ങ് അനങ്ങൊന്നുമില്ല. അത് ക്രിസ് ചിലപ്പോ ഇങ്ങോട്ട് വരുന്ന ലിഫ്റ്റിലായിരിക്കും കേറിയത്. ഇവിടെ വന്ന് കയറും. വന്നു ഇവിടെ. ഇതെന്ത് സംഭവം? സെക്യൂരിറ്റി ചെക്കിങ്ങോ? ഇതൊക്കെ എന്താണ്? മാഫിയ എന്തോ വലിയ സംഭവമാണ്. ക്രിസ് ആണെങ്കിൽ ഞെട്ടിയിട്ട് അവിടെ ഇരുന്ന് എന്താണ്ടൊക്കെ കിടന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പം കേൾക്കുമായിരിക്കും. ഓക്കെ ഗൈസ്, ദാണ്ട് ഇവിടെ തന്നെ കുറേ റൂമുകളുണ്ട്. ഗോട്ട് അങ്ങോട്ടാണ് കേട്ടോ ഓടുന്നത്. നമുക്ക് എന്തായാലും ഗോട്ടിൻ്റെ പുറകെ തന്നെ അങ്ങ് പോയേക്കാം. അല്ലെങ്കിൽ നമുക്ക് വഴി വല്ലതും തെറ്റിയാലോ. ഓക്കെ ഗൈസ്, ഈ ഡോർ അങ്ങ് തുറക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂമാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇത് എന്താ 6 ബെഡ്റൂമാണ്? അതൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് പുറത്ത് വിടാനായിട്ട് പറ്റത്തില്ല. എന്തായാലും ബെഡ്റൂം കൊള്ളാവും. ബെഡ്റൂം ഒക്കെ കൊള്ളാം. എന്നാലും ഇത് 6 അത് ഞാൻ ബ്രോയോട് പിന്നെ സീക്രട്ട് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം പറഞ്ഞാൽ ശരിയാകത്തില്ല. പറഞ്ഞാൽ മതി. ഗൈസ്, ഇവിടെ വേറൊരു ഡോറും കൂടെ ഉണ്ട്. എനിക്ക് തോന്നിയത് ബാത്റൂമിൻ്റെ ഡോറാണെന്ന്. ഓക്കെ, ഇത് തുറക്കുമ്പം കുറെ ബാത്റൂംസ് സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അടുത്ത റൂം നോക്കാം. പെട്ടെന്ന് കണ്ടു തീർത്താലേ തീരത്തുള്ളൂ. അതിനും മാത്രം ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഒരു വണ്ടിയും കൂടെ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നടന്ന് ഞാനൊരു പരുവായി. റോട്ടിനാണെങ്കിൽ ഒരു ക്ഷീണവും ഇല്ലെന്ന് തോന്നുന്നു. ആദ്യം നിന്ന പോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും നിൽക്കുന്നത്. ഇവിടെ ബങ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ശരിക്കും എന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നീ ഒരുപാട് മനസ്സിലാക്കാതിരിക്കുന്നത് തന്നെ നല്ലത്, അല്ലെങ്കിൽ നിനക്ക് വട്ടു. എന്താ തുറക്കാത്ത ഗോട്ടെ? ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അത് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറെ ബെഡുകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഹോസ്റ്റലിലൊക്കെ കാണുന്ന ടൈപ്പ് ബെഡുകളില്ലേ, അതാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും കൊള്ളാം. ഇത് മൊത്തത്തിലൊരു ഒരു മാഫിയ സെറ്റപ്പാണ് കേട്ടോ. രണ്ട് ഇവിടെ ഒരു മെഡിക്കൽ റൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂമുണ്ട്. അപ്പോൾ ഇതും കൂടെ അങ്ങ് തുറന്നേക്കാവേ. ഓക്കെ, ഇവിടെ നമ്മൾ അകത്തേക്ക് പോയി നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡോക്ടറിനെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു മെഡിക്കൽ റൂമാണ് കേട്ടോ ഇത്. അപ്പം സംഭവം എന്തായാലും കേസ് കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഒരു ഡോക്ടേഴ്സ് റൂം പോലൊക്കെ തന്നെ ഉണ്ട്. പനി വല്ലതും ഉണ്ടോ? പനി വല്ലതും ഉണ്ടെങ്കിൽ ആ ഡോക്ടറിനെ കാണിച്ചാൽ മതി കേട്ടോ, ഫ്രീ ആയിട്ട് ചികിത്സിച്ച് തരും. എനിക്കൊരു കുഴപ്പമില്ല, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കാണിച്ചു നോക്ക്. ഓക്കെ, ഇവിടെ ഇത് കോൺഫറൻസ് റൂമാണ് കേട്ടോ. സംഭവം എന്തായാലും കൊള്ളാം. ഇവിടാണ്
നമ്മുടെ ഗോട്ടിന്റെ മീറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഇന്ന് നിങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവിടെ ആൾക്കാരില്ലാത്ത, അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ നടക്കുന്നതായിരുന്നു. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഇനിയാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ഞാൻ വന്നപ്പോ മുതൽ ഞെട്ടിക്കൊണ്ടിരിക്കുക, ഇനി എന്തോ ഞെട്ടാന്. അവനെ ഓടി വാ, എന്താണ്ട് അടിപൊളി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ വലിയ ഡോറൊക്കെ കാണുന്നുണ്ട്. എന്താണോ എന്തോ. അവിടെ ഇവിടെ ഓരോ സെക്യൂരിറ്റീസിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പ്രഷ്യ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഇതെന്താടാ സംഭവം? ഇത് കൊള്ളാവില്ല ഗൈസ്. ഇവിടെ ഈ വീടിന്റെ ഫുൾ കൺട്രോൾ ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും ഗൈസ് ഇവർ അറിയുന്നതായിരിക്കും. ഇവിടെ കുറെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹാക്കിംഗ് പരിപാടി വല്ലതും ആണ് ഇവിടെ നടക്കുന്നത്. ഏകദേശം അതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും വലിയ അടിപൊളി വീടിനകത്ത് ഇത്ര ഒരു ടെറർ സംഭവം ഉണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതാണ് മച്ചാനെ ഗോഡ്. അപ്പൊ വാ, നമുക്കിനി അടുത്ത സ്ഥലം നോക്കാം. അടുത്തായിട്ട് തന്നെ ഇവിടെ ഫുഡ് ആൻഡ് സപ്ലൈസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്കാർക്കൊക്കെ ഫുഡൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എന്തായാലും കുറേ എൻ്റെ പൊന്നോ, ഇത്ര സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായാലും കൊള്ളാം കേട്ടോ. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു അടിപൊളി സംഭവം തന്നെയാണിത്. ഇവർക്ക് ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ എടുത്തോണ്ട് പോവാ. ഞാൻ വീട്ടിലാണെങ്കിൽ ഒരു പരിപാടി ഇല്ലാണ്ട് ചുമ്മാ കുത്തിയിരിക്കുക. എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരാമോ? കൂൾ ഡ്രിങ്ക്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കണ്ടപ്പോഴാണോ ക്രിസിന് പെട്ടെന്ന് ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹം വന്നത്? വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇവിടെ സെർവർ റൂം എന്ന് പറഞ്ഞ റൂമിലേക്ക് കയറുകയാണ് ഗേസ്. ഇവിടെ എന്തോ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ. അതെ, കുറേ ഫാനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു വീടിൻ്റെ ഒട്ടുമിക്ക എല്ലാ കൺട്രോളുകളും ഇവിടാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ ഗൈസ് ഒരുപാട് നേരം ഇതിൻ്റെ അകത്ത് നിൽക്കുന്നില്ല. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വല്ലതും വന്നു കഴിയുവാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കത്തിപ്പോകുന്നേ. അടുത്തായിട്ട് തന്നെ ഇവിടെ ജനറേറ്റർ റൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടാണ് ഈ ഒരു ജനറേറ്ററും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. എന്തായാലും കൊള്ളാമല്ലേ. ഇതുവരെ ഗൈസ് ഗോട്ട് പറഞ്ഞിട്ടുള്ള ഒരു നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടുന്ന ഒരു സംഭവം ഒന്നും വന്നിട്ടില്ല. ഞാൻ അതിനു വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. ഇവിടെ അതേണ്ട ഇങ്ങോട്ടൊരു വഴി കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ഒന്നും ഇല്ല. അതേണ്ട ഇവിടെ എന്തോ ഒരു ഡോറ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അവരെന്ത്? അയ്യോ, നവൻ ബ്രോ നേരെ ഇങ്ങോട്ട് വന്നോ? ഞാൻ ഇത് ലാസ്റ്റ് കാണിക്കാന്നാ വിചാരിച്ചേ. എന്നാലും വന്ന സ്ഥിതിക്ക് അങ്ങ് കണ്ടിട്ട് പോവല്ലേ. ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതെന്താണ്? അവിടെ കുറെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. എന്താണ് സംഭവം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ, കുറെ ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ട്. ലൈറ്റ് കത്തുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റ് കത്തുന്ന മാത്രല്ല, അതിന്റെ അടുത്തേക്ക് പോകുമ്പോ മനസ്സിലായിക്കോ. ഇതിന്റെ അടുത്തേക്ക് പോകുമ്പോ എന്താ ഈ സംഭവം തുറക്കാൻ പറ്റുമോ? നമുക്കൊന്ന് അടുത്തോട്ട് പോയി നോക്കിയാലോ? ഇങ്ങോട്ട് വാടാ. നീ എന്താ അവിടെ? അല്ല, അതിന് വല്ല പൊട്ടിത്തെറിക്കുന്ന സാധനമാണെങ്കിലും. പൊട്ടിത്തെറിക്കുന്ന സാധനമൊന്നും അല്ലായിരിക്കും. നീ ഇങ്ങോട്ട് വാടാ. ഓ വന്നു. അല്ല, ഇതിന് മാത്രം ഇതെന്താ കാണാനിരിക്കുന്നേ? ഇത് ജസ്റ്റ് ഒരു സാധനം. ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ പാസ്വേഡൊക്കെ അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തോട്ടൊന്ന് പോയി നോക്കിയാലോ? അടുത്തോട്ട് എന്തോ സംഭവിച്ചേ? അയ്യോ, ഇതെന്താ? ഞാനിതെവിടെ വന്നു? ഇതെന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? കുറെ ഗോൾഡും സിൽവറും ഒക്കെ ഇരിക്കുന്നു. എൻ്റെ പൊന്നളിയാ, ഇതെന്താണ്? ഗോൾഡ് ബിസ്ക്കറ്റോ? എൻ്റെ പൊന്നളിയാ, ഇത് കോടികളുടെ സാധനമല്ലേ ഇവിടെ ഇരിക്കുന്നത്? അത് നിങ്ങൾ ഇവിടെ ഈ നടുക്കിരിക്കുന്ന സാധനം എന്തുവാന്നറിയാവോ? ഇല്ല, എന്തുവാ? ഇത് നമ്മുടെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വില കൂടിയ സാധനമാ. ഞാൻ ഇവിടെ കൊണ്ടങ്ങ് വെച്ചേക്കുവാ. അതെന്തായാലും പൊളിച്ചു. അല്ല, ഇത് പോലീസ് കണ്ടു കഴിഞ്ഞാൽ സീനല്ലേ? എന്ത് സീൻ? ഒരു സീനും ഇല്ല. ഗോട്ടിന്റെ വീട്ടിലേക്ക് ഒരു പോലീസും കയറത്തില്ല. എന്റെ മോനെ, ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. നവനെ, നീ ഞെട്ടിയോ? ഞെട്ടിയാന്നോ? ഞാൻ ഞെട്ടി തരിച്ചു പോയി. എന്നാ വാ, നമുക്കിനി പുറത്തേക്ക് ഇറങ്ങിയേക്കാം. എടാ ക്രിസ്റ്റ, വാ പോയേക്കാം. എടാ അവിടെ നിന്നൊന്നും എടുത്തേക്കല്ലോ കേട്ടോ. എടുത്തു കഴിഞ്ഞാ പിന്നെ സീനാ. പിന്നെ ഞാൻ എടുക്കാൻ പോവല്ലേ. ഇവിടെ ഫുള്ള് ക്യാമറ. അപ്പൊ ക്യാമറ ഇല്ലായിരുന്നെങ്കിലോ? ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ നൈസായിട്ട് ഒരെണ്ണം എടുത്ത് പോക്കറ്റിലോട്ട് ഇടായിരുന്നു അല്ലേ? അങ്ങനെ കേസ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വേണ്ട അടുത്തൊരു ഡോർ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് തുറന്ന് നോക്കുമ്പം ഓക്കെ, ഇവിടെ എന്തോ ഒരു ബോസിന്റെ റൂമാണെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം കൊള്ളാം കേസ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ കണ്ട് തീർന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതുകൊണ്ട് ഇവിടെ അടുത്തൊരു ഡോറ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കണ്ടതായിരുന്നോ? ഇത് മുമ്പത്തെ പോലെ തന്നെ ഒരു ഹാക്കിംഗ് റൂം പോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടേബിളിലൊക്കെ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാകാത്ത കാര്യം കേസ് വെറുതെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നേരെ ടോപ്പിലേക്ക് അങ്ങോട്ട് പോയേക്കാം. ഓക്കെ, ഇത് തന്നെ ചില്ലിങ് സ്പോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ചില്ലടിക്കാനുള്ള, ഫ്രണ്ട്സായിട്ടൊക്കെ വരുവാണെങ്കിൽ ചില്ലടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മേളിലുണ്ട്. അപ്പോൾ ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഈ ഒരു എംപ്ലോയീസിനൊക്കെ വന്നിരുന്ന് ചില്ലടിക്കാനായിട്ട്. ഇതാണെങ്കിൽ കേസ് കണ്ടിട്ടും തീരുന്ന പോലും ഇല്ല. ഇതേണ്ട അടുത്തൊരു റൂമും കൂടെ നമുക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ. ആർമറി റൂമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻ്റെ അളിയ ഗൈസ്, ഇഷ്ടം പോലെ ഗൺസാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഏത് ഗണ്ണ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ മോൻ, അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തെന്നാണ് ഗൈസ് എനിക്ക് അറിയാൻ മേലാത്തത്.
ഗൈസ് ഇവിടെ പോലീസ് വരുവാണെങ്കിൽ ഈ ഒരു ഗോട്ടിനെ പിടിച്ചോണ്ട് പോകാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഗോട്ട് പറഞ്ഞത് ഒരു പോലീസും ഇതിൻ്റെ അകത്ത് കയറത്തില്ലെന്നാണ്. അത്ര അധികം സെക്യൂരിറ്റിയാണ് ഗൈസ് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഒരു വീട് മൊത്തത്തിൽ കണ്ട് തീർത്തിരിക്കുകയാണ്. ഇനി നേരെ വേണ്ട കാറിൽ കയറി പുറത്തേക്ക് പോവുകയാണേ. അപ്പോൾ ഇതിനി എങ്ങനെ പുറത്തേക്ക് പോകുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ട വണ്ടിയുടെ ബാക്കിൽ തന്നെ കയറിയിട്ടുണ്ട്. ഈ ഒരു വീട് മൊത്തത്തിൽ കണ്ട് തീർക്കാനായിട്ട് ഗൈസ് ഏകദേശം ഒരു ദിവസം തന്നെ എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ് കയറിയില്ലേ? ഓക്കെ, ക്രിസ് വേണ്ട ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്. ഫുൾ ലക്ഷറി ലൈഫ് എന്ന് പറഞ്ഞാൽ ഗൈസ് അങ്ങേയറ്റ ലക്ഷറി ലൈഫാണ് നിങ്ങളിപ്പം കണ്ടത്. അപ്പോൾ ഈ ഒരു വണ്ടി ഇത് ഇതുവഴിയാണ് പോകുന്നത്. റിപ്പയർ ഷോപ്പൊക്കെ വേണ്ട ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഗൈസ് ഈ ഒരു വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. തിയേറ്റർ ആണെങ്കിലും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ദണ്ട് ഇവിടെ ഒരു ഡോറ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഗോട്ട് അവിടെ ചെന്ന് ഡോർ ഓപ്പൺ ആക്കുവാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വേണ്ട ഗൈസ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ദണ്ട് ഇവിടെ ചാടിയല്ലേ ഇത് നമ്മുടെ മറ്റേ ആ ഒരു ബോട്ടും ഷിപ്പും ഒക്കെ കിടന്നില്ലേ ഗൈസ്, ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ഗൈസ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ലെവൽ ഗൈസ്, ഒന്നും പറയാനായിട്ടില്ല. ഇവിടുന്ന് പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകണമെങ്കിൽ തന്നെ ഒരു കിലോമീറ്റർ എക്സ്ട്രാ പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഗൈസ് ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വേണ്ട വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.